Hello friends, welcome back to our new session. So far we have discussed about the rights in the Indian Constitution. What are the fundamental rights provided in our Constitution? What are the reasonable restrictions on these rights? And what are the provisions for the protection of these rights like constitutional writs and National Human Rights Commission? Today we are going to discuss the new provision, that is DPSP, Directive Principles of State Policy. Directive Principles of State Policy എന്ന് പറയുന്ന പ്രൊവിഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അംബേദ്കർ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എ നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം എന്നാണ്. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സോഷ്യോ പൊളിറ്റിക്കലി എക്കണോമിക്കലി ഒരു ഡെമോക്രാറ്റിക് രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസും അത്തരത്തിലുള്ള ഡയറക്റ്റീവ്സും ഗോൾസും അടങ്ങിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മേക്കേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കണം ഫണ്ടമെന്റൽ റൈറ്റ്സ്, അല്ലെങ്കിൽ ബാക്കി റൈറ്റ്സുകളെ നമ്മൾ എങ്ങനെ ലിസ്റ്റ് ചെയ്യും, എങ്ങനെ അതിനെ സെപ്പറേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട റൈറ്റ്സുകളെ മാത്രം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്തെങ്കിലും മറ്റു അവകാശങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാകുന്നത്. ഈ ഒരു പ്രൊവിഷൻ നമ്മൾ ഓൾറെഡി ലേൺ ദാറ്റ് വി ബോറോഡ് ദീസ് പ്രൊവിഷൻ ഫ്രം ദ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്തിരിക്കുന്ന പ്രൊവിഷനാണ് DPSP. ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഒരു പ്രൊവിഷൻ ഇപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സിലൊന്നും ഉൾപ്പെടാത്ത മറ്റ് റൈറ്റ്സുകളെ കുറിച്ചും ഗോൾസിനെ കുറിച്ചും ഗവൺമെന്റിനുള്ള ഡയറക്റ്റീവ്സ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇറ്റ് ഈസ് എ ഡയറക്റ്റീവ്സ് ടു ദ സ്റ്റേറ്റ്. എന്തെങ്കിലും പോളിസീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റ് മനസ്സിൽ വെക്കേണ്ട കുറച്ച് ഐഡിയാസിനാണ് അല്ലെങ്കിൽ ഒരു ഐഡിയൽസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത്. Now let us look at the features of directive principles. Directive principles എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെഡ് ഇതൊരു ഡയറക്റ്റീവ്സ് ആണ് ടു ദ ഗവൺമെന്റ് വെൻ ഫോർമുലേറ്റിംഗ് വെൻ ഫോർമുലേറ്റിംഗ് എ ലോ അല്ലെങ്കിൽ പോളിസീസും നിയമങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് മൈൻഡിൽ വെക്കേണ്ട കുറെ ഐഡിയൽസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ആ ഐഡിയൽസ്? ഇക്വാളിറ്റി, ജസ്റ്റിസ്, ഡെമോക്രസി, സൊസൈറ്റിയിലൊരു ട്രൂ ഡെമോക്രസി ബിൽഡപ്പ് ചെയ്യുക, ഇക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇക്വാളിറ്റി ഓഫ് ഇൻകം അല്ലെങ്കിൽ റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ് കുറയ്ക്കുക, എല്ലാ ആളുകൾക്കും മെറ്റീരിയൽ റിസോഴ്സസ് അവൈലബിൾ ആക്കുക, ആക്സസിബിൾ ആക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഐഡിയൽസിനെ മുന്നോട്ട് വെച്ചാണ് ഗവൺമെന്റ് ഓരോ നിയമങ്ങളും ക്രിയേറ്റ് ചെയ്യേണ്ടത്, പ്രൊമൾഗേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ഡയറക്റ്റീവ്സ് ആണ്, നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആൻഡ് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത് ജുഡീഷ്യറിക്ക് എക്സാമിൻ ചെയ്യുക ഗവൺമെന്റിന്റെ അധികാരങ്ങളെ. ഗവൺമെന്റ് ഇതിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് എക്സാമിൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ പഠിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിനുള്ള ഡയറക്റ്റീവ്സ് ആണ്, ഭരണഘടന കൊടുക്കുന്ന ഒരു ഡയറക്റ്റീവ്സ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആൻഡ് മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ പ്രൊവിഷൻസ്, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ DPSP എന്ന് പറയുന്നത് അതിലെ ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിലൊരിക്കലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സുപ്രീം കോടതിയെ മൂവ് ചെയ്യാനുള്ള അധികാരമില്ല. ഇത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. കാരണം ഇത് ഗവൺമെന്റിനുള്ള ഡയറക്റ്റീവ്സ് ആണ്, ഗവൺമെന്റിന് കൊടുക്കുന്ന ഡയറക്ഷൻ ആണ്. ഗവൺമെന്റ് ഓരോ നിയമങ്ങളും ഉണ്ടാക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ദീസ് പ്രൊവിഷൻ ഇൻക്ലൂഡ്സ് എ കോംപ്രഹെൻസീവ് ലിസ്റ്റ് ഓഫ് റൈറ്റ്സ്, ഗോൾസ്, ഡയറക്ഷൻസ്. ഒരുപാട് ഗോൾസുകളും അവകാശങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ലിസ്റ്റാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ഈ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോംപ്രഹെൻസീവ് ലിസ്റ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ഐഡിയൽസ്. ഒരു സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ഐഡിയൽസിൻ്റെ ഒരു കോംപ്രഹെൻസീവ് ലിസ്റ്റാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഒരു ട്രൂ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആക്കി മാറ്റുക, ഇന്ത്യ ഒരു വെൽഫെയറിസ്റ്റിക് സ്റ്റേറ്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇക്വാളിറ്റിയെ മുൻനിർത്തുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ജസ്റ്റിസ് ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരിക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയൽസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഐഡിയാസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊവിഷൻസ് അടങ്ങിയിട്ടുള്ള ഗോൾസ് അടങ്ങിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ലിസ്റ്റാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഈ DPSP. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4
Part 4 of the Indian Constitution deals with directive principles of state policy from Article 36 to 51. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ 51 വരെയുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 3 പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ. വി ക്യാൻ സീ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ലൈക്ക് സോഷ്യലിസ്റ്റ്, ലിബറൽ ആൻഡ് ഓൾസോ ഗാന്ധിയൻ. ഇത്തരത്തിലുള്ളൊരു 3 പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തുക, എല്ലാ ജനങ്ങൾക്കും ലൈവ്ലിഹുഡ് ഉറപ്പുവരുത്തുക, എല്ലാ ജനങ്ങൾക്കും ഈക്വൽ ആക്സസ് ഉറപ്പുവരുത്തുക ഫോർ ദ മെറ്റീരിയൽ റിസോഴ്സസിലേക്ക് എല്ലാ വ്യക്തികൾക്കും ഈക്വൽ ആക്സസ് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ജനങ്ങളുടെ ലൈവ്ലിഹുഡ് ഡെവലപ്പ് ചെയ്യുക, ജനങ്ങളുടെ ഡിഗ്നിറ്റി, അവരുടെ ഡിഗ്നിറ്റി ഡെവലപ്പ് ചെയ്യുക, എക്കണോമിക് സ്റ്റാറ്റസ് ഉയർത്തുക. അപ്പോൾ സൊസൈറ്റിയെ, ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് രാജ്യമാക്കി മാറ്റുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ഒരുപാട് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ജനങ്ങൾക്ക് റൈറ്റ് ടു വർക്ക് ഉറപ്പുവരുത്തുക, ജോലി ഉറപ്പുവരുത്തുക. ഇപ്പോൾ ജോലി ഇല്ലാത്ത സമയത്ത് അവർക്ക് പബ്ലിക് അസിസ്റ്റൻസ് നൽകുക. അപ്പോൾ ഓൾഡ് ഏജ് ആയിട്ടുള്ള പീപ്പിളിന് അവർക്ക് പെൻഷൻ നൽകുക, സിക്ക് ആയിട്ടുള്ള പീപ്പിളിന് അവർക്ക് പെൻഷൻസ് നൽകുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പബ്ലിക് അസിസ്റ്റൻസ് കൊടുക്കുന്ന, സ്റ്റേറ്റിനെ ഒരു വെൽഫെയറിസ്റ്റിക് സ്റ്റേറ്റ് ആക്കുന്ന ഒരു ഐഡിയൽസ് അടങ്ങിയിട്ടുള്ള പ്രൊവിഷനാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത്. ഇപ്പോൾ റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു ലൈവ്ലിഹുഡ്, അതുപോലെ തന്നെ ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക്, ഒരു ജോലി ചെയ്യാന്നുള്ളത് ഹ്യൂമൻ കണ്ടീഷനുള്ള ജോലിയായിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഫ്രീ ലീഗൽ എയ്ഡിനുള്ള അധികാരം, മെറ്റീരിയൽ റിസോഴ്സസിന് ഫ്രീ, എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിൾ ആക്കുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് ഐഡിയൽസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആൻഡ് വി ക്യാൻ ഓൾസോ സീ എ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഇൻ അവർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ലൈക്ക് കോട്ടേജ് ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യുക, ഗാന്ധിയുടെ പ്രിൻസിപ്പിൾസ് ആണ്, ഗാന്ധിയൻ ഐഡിയാസ് ആണ്. അതേപോലെ തന്നെ പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്ത് പ്രൊമോട്ട് ചെയ്യുക. അപ്പം അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അധികാരം ഡീസെൻട്രലൈസ് ചെയ്യുക, താഴെത്തട്ടിലേക്ക് അധികാരങ്ങൾ എത്തിക്കുക, ജനങ്ങൾ അതിൽ അധികാരത്തിലേക്ക് പങ്കാളികളാക്കുക. അതുപോലെ തന്നെ കൗ സ്ലോട്ടർ ഇല്ലാതാക്കുക, പ്രൊഹിബിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് നമുക്ക് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ലിബറൽ പ്രിൻസിപ്പിൾസ് ലൈക്ക് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക. ഇത്തരത്തിലൊക്കെയുള്ള ലിബറൽ പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസുമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. So directive principles of state policy is that it is a direction to the government to mind ഒരു പോളിസീസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ മൈൻഡ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള, ഐഡിയൽസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡയറക്റ്റീവ്സ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഒരു കോംപ്രഹെൻസീവ് ലിസ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇസ് എ കോംപ്രഹെൻസീവ് ലിസ്റ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ഐഡിയൽസ്, അല്ലെങ്കിൽ ഇക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുക, ജസ്റ്റിസ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു കോംപ്രഹെൻസീവ് ലിസ്റ്റ് ഓഫ് ഗോൾസ് ആൻഡ് റൈറ്റ്സ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ റൈറ്റ് ടു വർക്ക് പോലെയുള്ള റൈറ്റുകൾ, അവകാശങ്ങൾ, അല്ലെങ്കിൽ റൈറ്റ് ടു ലൈവ്ലിഹുഡ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക, ഇതൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റൈറ്റുകളുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് അടങ്ങിയിട്ടുള്ള ജസ്റ്റിസ്, ഇക്വാളിറ്റി, അല്ലെങ്കിൽ ഇക്വാളിറ്റി ഓഫ് ഫെസിലിറ്റീസ് ഉറപ്പുവരുത്തുക, ഇക്വാളിറ്റി ഓഫ് ഇൻകം ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വൽ പരിഗണന, മീൻസ് ആക്സസിബിലിറ്റി ഉറപ്പുവരുത്തുക, മെറ്റീരിയൽ റിസോഴ്സസ് എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇതിനൊക്കെയുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോൾസും റൈറ്റ്സും ഡയറക്റ്റീവ്സും അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത്. So what makes directive principles of state policy distinct from fundamental rights? പല സമയങ്ങളിലും ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു 2 പ്രിൻസിപ്പിളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും. ഏതിനാണ് മുൻഗണന എന്നുള്ള ക്വസ്റ്റ്യനിൽ ഒരുപാട് കോൺട്രവേഴ്സി നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനയിൽ തന്നെ ഒരുപാട് ചേഞ്ചസിന് വിധേയമായിട്ടുള്ള 2 പ്രൊവിഷൻസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത്. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നതിന് ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നൊരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫണ്ടമെന്റൽ റൈറ്റ് പിന്നീട് ഗവൺമെന്റ് ഈ ഇക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സെമിന്ദാരി സിസ്റ്റവും അല്ലെങ്കിൽ ജന്മി സമ്പ്രദായങ്ങളൊക്കെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവരുടെ ലാൻഡുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സാധാരണക്കാർക്കിടയിൽ.
അപ്പോൾ അതിനെ പലപ്പോഴും കോടതിയിൽ ചോദ്യം ചെയ്തു, ഇതെങ്ങനെ ശരിയാവും, കാരണം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലോ. അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള തരത്തിൽ ഒരുപാട് കോൺട്രവേഴ്സി നടന്നിട്ടുള്ള ഒരു 2 പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഫണ്ടമെന്റൽ റൈറ്റ്സും. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് മേക്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഡിസ്റ്റിങ് ഫ്രം ഈച്ച് അതർ. ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻ നേച്ചറാണ്. അതായത് ഇറ്റ് ഗീവ്സ് ഡയറക്ഷൻ ടു ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇറ്റ് സേസ് ദ ഗവൺമെന്റ് ടു ഡു സം സർട്ടൻ പോസിറ്റീവ് തിങ്സ്. ഗവൺമെന്റിനോട് ചില നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന ഒരു പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് പോസിറ്റീവ് ഇൻ നേച്ചർ. ഗവൺമെന്റിനോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഓൺ ദി അതർ ഹാൻഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് നെഗറ്റീവ് ഇൻ ക്യാരക്ടർ. ഗവൺമെന്റിനോട് അരുത്, വയലേറ്റ് ചെയ്യപ്പെടരുത്, അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല, ജനങ്ങൾക്ക് ഈ അവകാശങ്ങളുണ്ട് എന്നുള്ള തരത്തിലൊരു നെഗറ്റീവ് നേച്ചറാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല, സ്റ്റേറ്റ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹാവ് ടു ഡു സം പോസിറ്റീവ് മെഷേഴ്സ്, ഹാവ് ടു ഡു സം പോസിറ്റീവ് പ്രോഗ്രാംസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ. അതായത് ഒന്ന് പോസിറ്റീവ് ഇൻ നേച്ചറാണ്, അതായത് DPSP പോസിറ്റീവ് ഇൻ നേച്ചറാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് നെഗറ്റീവ് ഇൻ നേച്ചർ. സെക്കൻഡ് തിങ് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. പക്ഷേ DPSP എന്നത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ഇപ്പോൾ DPSPയിൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ നിങ്ങൾക്ക് വയലേറ്റ് ചെയ്താൽ ഡയറക്ട്ലി സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റില്ല, കാരണം അത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് ഇത് ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഓരോ ഇൻഡിവിജ്വലിന്റെയും അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പ്രൊവിഷനാണ്. ഫണ്ടമെന്റൽ റൈറ്റ് ഓരോ വ്യക്തിയുടെയും അവകാശങ്ങളാണ്. പക്ഷേ DPSP എന്ന് പറയുന്നത് സൊസൈറ്റി ആസ് എ ഹോൾ, സൊസൈറ്റിയുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP. നൗ ഈ ഒരു DPSP ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരുപാട് ഇഷ്യൂസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഇല്ലാതാക്കി. ഇപ്പോൾ ഒരുപാട് സമയങ്ങളിൽ കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷനാണ് DPSP ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത്. അപ്പം ആദ്യം ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി, ജമീന്ദാരി സിസ്റ്റവും ജന്മി സിസ്റ്റം ഒക്കെ ഇല്ലാതാക്കിയപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കോടതിയെ ആളുകൾ സമീപിക്കുകയും കോടതി ഗവൺമെന്റിനോട് അത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് പറഞ്ഞ് അതിനെ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസിക്ക് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ, അങ്ങനെ ഒരു കണ്ടീഷനിൽ അവസാനം ഈ ഒരു പ്രശ്നം ഇതൊരു എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയി മാറിയായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റും DPSP എന്നുള്ളത്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറി തമ്മിലൊരു ക്ലാഷ് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. അങ്ങനെ ഇരിക്കുകയാണ് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ഒരു റൂള് കൊണ്ടുവരുന്നത്. അതായത് ഭരണഘടനയ്ക്ക് ചില പ്രത്യേക ബേസിക് പ്രൊവിഷൻസ് ഉണ്ട്. ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ചില മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളെ വയലേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിൽ ഒരു നിയമവും ഗവൺമെന്റ് കൊണ്ടുവരാൻ പാടില്ല. ഇപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ സുപ്രീം കോടതി കൊണ്ടുവരാണ്. അതായത് കേശവാനന്ദ ഭാരതി കേസിലൂടെ ഭരണഘടനയ്ക്ക് ചില പ്രത്യേക അവകാശങ്ങൾ, ചില പ്രത്യേക പ്രൊവിഷൻസ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസിനെ അബ്രഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമങ്ങളും ഗവൺമെന്റിന് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു റൂള് സുപ്രീം കോടതി കൊണ്ടുവരാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ആണ് ഡയറക്റ്റ് ഇപ്പം റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്യുകയും ഫണ്ടമെന്റൽ റൈറ്റ് നിന്ന് ഡിലീറ്റ് ചെയ്തു, അതൊരു സാധാരണ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി. അപ്പോൾ ഈ ഗവൺമെന്റിന് എല്ലാ ഭരണഘടന മുഴുവനും അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിലൂടെ ഉയർന്നു വന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഗവൺമെന്റിന് ഭരണഘടനയുടെ എല്ലാ പാർട്ടും അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള റൂളിംഗ് ആണ് കേശവാനന്ദ ഭാരതി കേസിലൂടെ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ഗവൺമെന്റിന് അങ്ങനെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ പ്രൊവിഷൻസും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ചില പ്രൊവിഷൻസ് അത് വളരെ പ്രധാനപ്പെട്ട ഐഡിയൽസ് ആണ്, ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ്. അത്തരം പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമവും ഗവൺമെന്റിന് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ ഗവൺമെന്റിന് ഭരണഘടനയെ അമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഭരണഘടനയെ അമെൻഡ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എടുത്ത് കളഞ്ഞത്. അപ്പോൾ ആ സമയത്തുള്ള ഒരു ഡിസ്കഷനാണ് ഭരണഘടനയെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ എല്ലാ പ്രൊവിഷൻസും അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിന് എക്സിക്യൂട്ടീവിനുണ്ടോ ഇല്ലയോ. അപ്പോൾ അതിൽ നിന്നും ആ ഒരു ഇഷ്യൂസ് റിസോൾവ് ചെയ്തത് കേശവാനന്ദ ഭാരതി കേസിലൂടെ ഗവൺമെന്റിന് എന്തുണ്ട്, ഭരണഘടന അമെൻഡ് ചെയ്യാം, പക്ഷേ ചില ബേസിക് പ്രിൻസിപ്പിൾസ് അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഭരണഘടനയുടെ ചില ബേസിക് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അത് ഭരണഘടന ഒരിക്കലും മെൻഷൻ ചെയ്തില്ല, കാരണം സുപ്രീം കോടതി റൂൾസിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഓരോരോ കേസുകളിലൂടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്
ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിയാമ്പിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ബേസിക് സ്ട്രക്ചറാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ. കാരണം സെക്യുലറിസം, സോവറിറ്റി, സോഷ്യലിസം, സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്, റിപ്പബ്ലിക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു ഡോക്ട്രിനിലൂടെയാണ് ഈ ഒരു തർക്കം പരിഹരിക്കുന്നത്. സോ ദീസ് ആർ ദ തിങ്സ് അബൌട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നൗ we have already another provision called fundamental duties. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഭരണഘടനയിലുണ്ട്. Now we have another provision called fundamental duties in our constitution. Fundamental duties. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് 1976 1976 സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയൊരു പ്രൊവിഷനാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊവിഷൻ we were borrowed from erstwhile USSR. USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബോറോ ചെയ്തിരിക്കുന്ന ഒന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച്, റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു 42nd അമെൻമെന്റിലൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു പ്രൊവിഷനാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു പ്രൊവിഷനാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഈ ഒരു 42nd അമെൻമെന്റ് ആക്ട് ഒരു പുതിയൊരു പാർട്ട് 4 എന്ന് പറയുന്ന ഒരു പാർട്ട് 4A, ഒരു പുതിയ പാർട്ട് ഭരണഘടനയിൽ കൊണ്ടുവന്നു, പാർട്ട് 4A. ഇതിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് അടങ്ങിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ അടങ്ങിയിട്ടുള്ള പാർട്ട് 4A എന്ന് പറയുന്ന ഒരു പ്രൊവിഷനാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ദർ ആർ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് ഒരിക്കലും ഈ ഡ്യൂട്ടീസ് ഒക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ റൈറ്റ്സുകൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളൂ എന്നൊരു പ്രൊവിഷനൊന്നും ഭരണഘടനയിലില്ല. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 4A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ആർട്ടിക്കിൾ 51A, പാർട്ട് 4A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 51A സേസ് അബൌട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. വാട്ട് ആർ ദോസ് ഡ്യൂട്ടീസ് വി ഹാവ്? നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഡ്യൂട്ടീസ് ലൈക്ക് ടു അബൈഡ് ബൈ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യുക. ടു റെസ്പെക്ട് അവർ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ്, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യുക, ഇന്ത്യൻ നാഷണൽ ആന്തത്തെ റെസ്പെക്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ മൂവ്മെന്റ്സ്, ഫ്രീഡം സ്ട്രഗിൾ മുന്നോട്ട് വെച്ച ഐഡിയൽസിനെ അതിനെ ഫോളോ ചെയ്യുക, അത് ചെറിഷ് ചെയ്യുക. ലൈക്ക് ഐഡിയൽസ് ലൈക്ക് ഫ്രീഡം, ലിബർട്ടി, ഫ്രാറ്റേണിറ്റി, ഇക്വാളിറ്റി, ഇത്തരം ഐഡിയൽസിനെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുക. നമ്മുടെ രാജ്യത്തിന് ആവശ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പം നമ്മോട് മിലിറ്ററി സർവീസിലേക്ക് നമ്മൾ ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാരണം അതിനുള്ള ഡ്യൂട്ടി നമുക്കുണ്ട്, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണത്. ഇപ്പോൾ കമ്പൽസറി മിലിറ്ററി സർവീസ് ആവശ്യമുള്ള സമയത്ത് നമ്മോട് ചെയ്യാൻ പറയുമ്പോൾ ജനങ്ങൾ അത് ചെയ്യണം. കാരണം ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പീപ്പിൾ, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പീപ്പിൾ ടു ഡിഫെൻഡ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിനെ സംരക്ഷിക്കുക, നമ്മുടെ നാച്ചുറൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിനെ സംരക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് റൈറ്റുകൾ, അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നമുക്ക് കഴിയുന്ന പോലെ നമ്മുടെ ഇപ്പോൾ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എൻക്വയറി എന്നുള്ളൊരു സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക, ഹ്യൂമനിസം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹ്യൂമനിസം വളർത്തിയെടുക്കുക. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 10ഓളം ലിസ്റ്റാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പം രാജ്യത്തിന്റെ സോവറിറ്റിയെ കാത്തുരക്ഷിക്കുക, രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിയെ കാത്തുരക്ഷിക്കുക, രാജ്യത്തിന്റെ സുരക്ഷയെ കാത്തുരക്ഷിക്കുക, രാജ്യത്തെ റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ നാഷണൽ ആനന്ദത്തെ റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ ഭരണഘടനയെ ഫോളോ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. So far we have discussed directive principles of state policy. What are the directive principles of state policy included or enumerated in our constitution? What are the features of directive principles of state policy? How the directive principles of state policy distinct from fundamental rights, and the clashes between, the tension between fundamental rights and DPSP we have discussed. So we have discussed our second chapter. Let me sum up all those things we have learned so far. Like the importance of right, the chapter called
rights in the Indian Constitution. So what are the rights in our Constitution? What are the rights provided in our Constitution? And what are the importance of having right? Right എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? ആൻഡ് അതിൻ്റെ പ്രൊട്ടക്ഷൻസ് എന്തൊക്കെയാണ്? അതിന് വേണ്ടിയുള്ള മെഷേഴ്സ്, മെക്കാനിസംസ് എന്തൊക്കെയാണ്? ലൈക്ക് മെക്കാനിസംസ് ലൈക്ക് റിട്ടുകൾ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷറി എന്ന് പറയുന്ന റിട്ടുകൾ. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആൻഡ് കമ്മീഷൻസ് ലൈക്ക് ഒരുപാട് കമ്മീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൈനോറിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻസ്. അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ, ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കമ്മീഷൻ, വിമൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കമ്മീഷൻ. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊവിഷൻസ് ഈച്ച് ആൻഡ് എവറി ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, എക്സാമിൻ ചെയ്തു. ആൻഡ് ഈ റൈറ്റുകളൊന്നും അബ്സല്യൂട്ട് അല്ല എന്ന് നമ്മൾ പഠിച്ച. ഈ റൈറ്റുകളൊക്കെ എന്താണ്, ലിമിറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ ചില കേസുകളിൽ രാജ്യത്തിൻ്റെ സോവറിറ്റിക്ക് വേണ്ടി, സെക്യൂരിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ സോഷ്യൽ ലൈഫിൻ്റെ പീസ്ഫുള്ളിന് വേണ്ടിയിട്ട് ഈ റൈറ്റുകളൊക്കെ ചില കേസുകളിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ റൈറ്റുകൾ കംപ്ലീറ്റ് അല്ല, അല്ലെങ്കിൽ അൺലിമിറ്റഡ് അല്ല, കാരണം ചില എക്സെപ്ഷൻസും ഈ റൈറ്റ്സിനുണ്ട്. സോ വി ഹാവ് ഡിസ്കസ്ഡ് ഓൾ ദീസ് തിങ്സ്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, എന്തൊക്കെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. So we have discussed all these things in this chapter. Now I hope you guys have enjoyed this session. Thank you.